ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് റവയും തേങ്ങയും കൊണ്ട് ആവിയിൽ തയ്യാറാക്കിയെടുത്ത പലഹാരത്തിൻ്റെ റെസിപ്പി നോക്കാം. അതിനായി ഞാനിവിടെ ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ട് ഇനി ഒന്ന് പൊടിച്ചിട്ടെടുക്കാം. റവ ഇവിടെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായി മിക്സിയുടെ ഒരു വലിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ട് ഇനി ഒന്ന് അടിച്ചെടുക്കാം. മുട്ട ഇവിടെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3/4 കപ്പ് പൊടിച്ച ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. കല്ലില്ലാത്ത ശർക്കര ആയതുകൊണ്ടാണ് ഡയറക്റ്റായിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് 2 ഏലക്കയുടെ സീഡും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. ഓയിലും കൂടെ ചേർത്തതിന് ശേഷം ഒന്നും കൂടെ നന്നായിട്ട് ഇനി ഒന്ന് അടിച്ചിട്ടെടുക്കാം. ഇതിവിടെ നന്നായിട്ട് ഇനി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊടിച്ചു വെച്ചിട്ടുള്ള റവ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു സ്പൂൺ കൊണ്ട് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഇതൊന്ന് അടിച്ചിട്ടെടുക്കാം. ഇതിവിടെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് അടച്ചു വയ്ക്കാം. അപ്പോൾ നന്നായിട്ട് ഇനി റവയെല്ലാം ഒന്ന് കുതിർന്ന് ഒന്നും കൂടെ ഒന്ന് തിക്കായി കിട്ടും. ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അടപ്പ് തുറന്നതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇതിപ്പോൾ റവയെല്ലാം ഒന്ന് സോഫ്റ്റായിട്ട് ഒന്നും കൂടെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 കപ്പ് ഫ്രഷായി ചിരകി എടുത്തിട്ടുള്ള തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇനി മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതിവിടെ നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ബേക്കിംഗ് സോഡ ഈ ബാറ്ററിൻ്റെ എല്ലാ ഭാഗത്തും ആകത്തക്ക രീതിയിൽ നന്നായിട്ട് ഇനി മിക്സ് ചെയ്തിട്ടെടുക്കാം. ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഇതുപോലുള്ള ചെറിയ ചെറിയ ബൗളുകളിലാണ് റെഡിയാക്കി എടുക്കുന്നത്. അതിൽ കുറച്ച് ഓയിൽ എല്ലാ ഭാഗത്തും ഒന്ന് ബ്രഷ് ചെയ്തിട്ടെടുക്കാം. എല്ലാ ബൗളിലും ഓയിലൊന്ന് ബ്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒഴിച്ചു കൊടുക്കുമ്പോൾ ബൗളിൻ്റെ 3/4 ഭാഗം വെച്ച് വേണം ബാറ്റർ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ബാറ്ററെല്ലാം ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് തേങ്ങയും കൂടെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. അതിനായി സ്റ്റീമറിലേക്ക് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഓരോന്നായി അതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് മുതൽ ഒരു 20 മിനിറ്റ് വരെ ഇതൊന്ന് വേവിച്ചിട്ട് എടുക്കാം. ഇതുപോലെ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം. ഇതിവിടെ നന്നായിട്ട് ഇനി ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. തണുത്തതിന് ശേഷം ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റിയും സോഫ്റ്റുമായിട്ടുള്ള പലഹാരമാണ്. എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.